എല്ലാം റെഡിയാണ് സാർ. സാർ കാര്യമില്ലേ സാർ നിങ്ങൾ കേരള തന്നെ ഇരുന്നോളൂ സാർ. എല്ലാം റെഡിയാണ് സാർ. പക്കാണ് സാർ. ഞാൻ മാക്സിമം എത്തും സാർ. ഞാൻ ഇപ്പോൾ വിളിച്ചുകൊണ്ട് വന്നു സാർ. ഓക്കെ ഓക്കെ സാർ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് മുരുകേശ. എന്തൊക്കെയായി കാര്യങ്ങള്? ചൂട് തുടങ്ങിയ എത്ര സീൻ എടുത്ത്? 3 സീൻ എടുത്താ? അല്ല സാർ, 3 സീനല്ല, 3 മണിക്കൂർ പിടിച്ച വെയിറ്റിംഗ് ആണ് സാർ. ആരാണ് വെയിറ്റ് ചെയ്യുന്നത്? ഷാജു ശ്രീധരൻ വന്നില്ലേ? അവരെല്ലാം കറക്റ്റ് സമയത്ത് എത്തി സാർ. അവരെല്ലാം മേക്കപ്പ് കഴിഞ്ഞു. എല്ലാം കേരളത്തിൽ റെഡിയിലുണ്ട് സാർ. പിന്നെ ആരാ തിരക്കഥ സീന് 24. ലൊക്കേഷൻ കളക്ടറേറ്റ്. ഭയങ്കര ഊർജത്തിൽ നിൽക്കുന്ന അണികളും പ്രവർത്തകരൊക്കെ. അപ്പോ ലൊക്കേഷൻ ചിറ്റൂർ കോളേജ്. റെഡി സാർ. 24 ക്രൈമിലേക്ക് ഇരിക്കണം. റെഡി. എന്തുവാണ് ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഷാജു ശ്രീധർ വരുന്നു, റൈറ്റ് സൈഡിൽ നിന്ന് ആചാര്യന് ഗ്യാങ് വരുന്നു. അവിടെ ആരാ വരുന്നു? പുരുഷന, എന്താ നിങ്ങൾ ലേറ്റ് ആയി? നാനോ? കോസ്റ്റ്യൂംസ് ഒക്കെ നന്നായിട്ടുണ്ടല്ലോ, കയ്യില് വളയൊക്കെ നന്നായിട്ട്. ആരാണ് നിങ്ങളുടെ കോസ്റ്റ്യൂമർ? നൗഷാദ് മാമി. വീട്ടിലെ മമ്മിക്ക് സുഖം തന്നെയാണോ? പരമസുഖം സാർ. ലൊക്കേഷനിൽ രാവിലെ മുതൽ എല്ലാവരും കാത്തിരിക്കുകയാണ് സാർ. ആരിനെ? നിങ്ങളാ സാർ? അത് ശിവജി സാറ് കാലത്ത് മുതല് സീൻ പേപ്പർ ചോദിക്കുകയാണ്. സീനൊക്കെ നേരത്തെ DTP വെച്ചതാണ്, സെൽബട്ട് ഞാൻ വെച്ചതാണ്. പക്ഷേ അത് കുറച്ചുകൂടെ ഒന്ന് പഞ്ച് ചെയ്യാൻ വേണ്ടിട്ട് ഒന്നുകൂടി എഴുതാന്നോട്ടിരിക്കുകയാണ്. മാറ്റാൻ പറയാത്ത ബാക്കി എന്തെങ്കിലും പറഞ്ഞോ DOP സാർ? ഒന്നുമില്ല, ഒന്നും പറഞ്ഞില്ല. അപ്പൊ നിങ്ങൾക്കൊരു ചായ കുടിക്കാറോ? ഇനി ചായ കുടിച്ച ഞാൻ ചത്തു. സെൽബട്ടാ, 75 പേര് ഈ അണിയിൽ വരുന്നു, 75 പേര് ഇവിടുന്ന് വരുന്നു. അപ്പോ രണ്ടാലും കൂടി കൂട്ടിമുട്ടുന്ന പോലെ നല്ലൊരു സംഘർഷം ഉണ്ടാവുന്ന പോലെ 75 150 പേര് മതിയാവോ? അത് ഒരാണ്ടാവും അല്ലേ? ഒരു 100 പേരും ഒരു 100 പേരും. അത് പൊളിക്കും, നമുക്ക് കലക്കും. അങ്ങനെയാണെങ്കിൽ 24 ലെൻസ് ഇട്ടിട്ട് ക്രൈനിലേക്ക് ഇട്ടിരിക്കാം. ഒരു 200 പേരിന് വെള്ളം വെള്ളിയിട്ടൊരു വേഗം ഒന്ന് സെറ്റ് ആക്കിക്കോ. അവിടെ 200 പേര് മസ്റ്റ്. സാർ, ലൊക്കേഷനിലേക്ക് 200 ആൾക്കാർ വേണമെന്ന്, അതും വെള്ളയും വെള്ളിയിട്ടിട്ട്. 200 പറ്റില്ലേ? 200 പറ്റില്ല. ഒരു 100 പേര് പറയും സാർ. ഒരു 100 പേരെങ്കിലും കിട്ടുമെന്നാ ചോദിക്കണത്. അവരുടെയും കിട്ടും ഫുള്ളായിട്ട് 25 പേര്. സാർ, ഒരു 25 പേരെങ്കിലും അറേഞ്ച് ചെയ്യാൻ പറ്റുമെന്നാണ് ചോദിക്കണത്. 25 പേര് ഒരു ഭാഗത്തുനിന്ന് 25 പേര് വരട്ടെ, മറ്റൊരു ഭാഗത്തുനിന്ന് 25 പേര് വരട്ടെ. അപ്പോ ഫ്രെയിം ഒന്ന് ചെറുതാവട്ടെ, ഒരു 50 ആയിക്കൊള്ളാൻ പറ. ഒരു 50 ആക്കാൻ പറയും. ഓക്കെ സാർ. വരാന്തയിലേക്ക് കുറച്ച് പേര് മതി, ബാക്കിയുള്ള അണികൾ പുറത്തു നിൽക്കട്ടെ. സ്റ്റാർട്ട് ക്യാമറ. നമസ്കാരം. എന്തൊക്കെയുണ്ട്? പത്രിക കൊടുക്കാൻ വന്നതാ. ചെറിയ ഭയമുണ്ടല്ലേ? കണ്ണുകൾ അത് പറയുന്നുണ്ട്. അതിന് കണ്ണെവിടെ? അത് മറക്കാനല്ലേ ഈ കണ്ണട വെച്ചിരിക്കുന്നത്? എന്തിനാ ഭയക്കുന്നത്? ഭയം നമ്മുടെ അരികിലേക്ക് എത്തുന്നതിന് മുമ്പ് അതിനെ വേരോടെ പിഴുതെറിഞ്ഞ ശീലം. ഓ
അതുകൊണ്ടാണ് പാർട്ടി ഇങ്ങനെ വളർന്നത്. മോൻ ഒരു തുറന്ന പുസ്തകമാണ്. ഇത് ഞാൻ പറയുന്നല്ല കേട്ടോ, ജനങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാ. ഇതേ ജനങ്ങൾ തന്നെയാണ് നമ്മളെ ഉയർത്തുന്നതും പിടിച്ചോടിക്കുന്നതും, അല്ലടാ? ഒരു നിമിഷം മതി എല്ലാം തകർന്ന് തരിപ്പണമാവാൻ. ഒന്ന് ശ്രദ്ധിച്ചേക്കണേ, ചെറുപ്പമാണ്. ആചാര്യ, ഒരു നിമിഷം കൊണ്ട് തകിടം പറയുന്ന തരികിട പാർട്ടി അല്ല ഞങ്ങളുടേതെന്ന് ആചാര്യൻ നന്നായിട്ടാണ്. അറിയില്ലടാ. പിന്നെ ഈ മീറ്റിങ്ങിന് ആൾബലം കൂട്ടാൻ വേണ്ടി ബംഗാളികളെ വാടകയ്ക്കെടുക്കുന്ന ശീലമൊന്നും ഞങ്ങൾക്കില്ല. ശരിയാ. കാറ്റാടിപ്പാടം കൊണ്ടുവരാൻ നിങ്ങൾ നടത്തിയ സമരത്തില് 30% ബംഗാളികളായിരുന്നു, അല്ലടാ? ഇനിയിപ്പോ അതെനിക്ക് മുഖസാദൃശ്യം തോന്നിയതാവാൻ വഴിയുണ്ടോ ഉണ്ടോ? ജനങ്ങൾക്ക് നിങ്ങളിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. അവർക്കറിയാം അധികാരികളെയും നദികളെയും അതിര് കവിഞ്ഞ് വിശ്വസിക്കരുത്. അയ്യോ, നല്ല സമയം പോകുന്നതിന് മുമ്പ് ഞാൻ ഈ പത്രിക ഒന്ന് കൊടുത്തോട്ടെ. ആചാര്യ, ഒരു ചെറിയ തിരുത്തുണ്ട്. അധികാരികളെയും നദികളെയും എന്നല്ല, അധികാരമോഹികളെയും ആർത്തി പിടിച്ച പെണ്ണിനെയും. വീട്ടിലെല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാൻ അന്വേഷിച്ചെന്ന് പറഞ്ഞു. പറയാം.